ജീവിതം തുടങ്ങിയപ്പോഴത്തേന് വളരെ അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരായിട്ടുള്ള കുറേ പേര് എൻ്റെ അടുത്ത് കുറേ പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു തരാതെ എന്നെ കഷ്ടപ്പെടുത്തി. അനുഭവങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ അവർക്ക് കടം കൊടുക്കാനായിട്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ നാളെകൾ നടക്കില്ല. നാളെകൾ എങ്ങനെ നന്നാക്കാമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ എൻ്റെ നാളെകൾ എൻ്റെ കൂടെ വരുള്ളൂ. ഞാൻ അവർ നഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റിയാൽ എനിക്കും തിരിച്ചു വരും. സുഹൃത്തുക്കളൊക്കെ ഒരുപാടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? സുഹൃത്തുക്കൾ കുറവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയക്കാരാണ് കൂടുതലുള്ളത്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. സുഹൃത്തുക്കൾ 4-5 പേര് അന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെവി എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് ഉറപ്പുള്ള 4-5 പേരേ ഉള്ളൂ. പാതി വഴിക്ക് വെച്ച് ചിലർ ജീവിതം അവസാനിപ്പിച്ച് പോകാറുണ്ട്. ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ മൊമെന്റ് അങ്ങ് പാസ് ചെയ്ത് പോയിട്ട് ജീവിതം മുന്നിൽ കിടക്കില്ല. നമ്മൾ അങ്ങനെ കളഞ്ഞിട്ട് പോകും. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ ഒറ്റ ഓപ്ഷന് വേണ്ടി ജീവിതം കളയും. നമ്മൾ കൂളല്ലേ. ഞാൻ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടാലും അവർ നാളെ എന്നെ വിളിക്കും. നമ്മൾ വിചാരിക്കും ഈ സീരിയൽ കഴിഞ്ഞാൽ ഇവരെ പേരും തിരിഞ്ഞ് എങ്ങനെ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അടുത്ത ദിവസം ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചോദിക്കുന്നത് ആരാ എന്നായിരിക്കും. ആ നമ്പറേ പോയി കഴിഞ്ഞു. വലിയ പാടാ എന്നെ സഹിക്കാൻ. ഒരു ഒറ്റ വാക്ക് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ തെറ്റും നാളത്തെ ശരിയുമാണ്. എന്തൊക്കെ ചില കുഴപ്പങ്ങളുള്ള ഒരാളാണ് ഞാൻ. പ്രാക്ടിക്കലായിട്ട് ചേട്ടൻ ഇതിനെല്ലാം കാണുന്നു. ഇതാണ് ലൈഫ്, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. അതിനെ ആ ഒരു ഫേസിൽ അതിനെടുക്കുന്നു അല്ലേ പറ്റുള്ളൂ. അല്ലാതെ അതിനെ കുറിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ലൈഫിൽ ഞാൻ ജീവിതം തുടങ്ങിയപ്പോഴത്തേന് വളരെ അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരായിട്ടുള്ള കുറേ പേര് എൻ്റെ അടുത്ത് കുറേ പണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു തരാതെ എന്നെ കഷ്ടപ്പെടുത്തി. മീൻസ് അതിന്റെ ദുരനുഭവങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തതിന്റെ അവർക്ക് കടം കൊടുക്കാനായിട്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളാണ്, പറയുമ്പോൾ വലിയ എമൗണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നാലും അവർ അങ്ങനെ ചെയ്തല്ലോ, നീ എന്ത് പണിയാണ്. ഞാൻ പറയും ആ സബ്ജക്റ്റ് വിടാവോ, നിങ്ങൾക്ക് വേറെ വല്ലതും പറയാമോ. ഞാൻ അത് മറക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ നാളെകൾ നടക്കില്ല. നാളെകൾ എങ്ങനെ നന്നാക്കാമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ എൻ്റെ നാളെകൾ എൻ്റെ കൂടൊപ്പം വരുള്ളൂ. അല്ല അത് കഴിഞ്ഞതിനെ കുറിച്ചും അവർ നശിപ്പിച്ചുകൊണ്ട് അവരെ പ്രാഗിയതിനെ കുറിച്ചും അവർക്ക് കേസ് കൊടുത്തു ആരും ഒന്നും തരുമെന്നില്ല. അതൊക്കെ ആ വഴി പോകും. അവർ ചിലപ്പോൾ ചിരിക്കും. ഞാൻ അവർ നഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റിയാൽ എനിക്കും തിരിച്ചുകൂടി. തീർച്ചയായിട്ടും. സുഹൃത്തുക്കളൊക്കെ ഒരുപാടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? സുഹൃത്തുക്കൾ കുറവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയക്കാരാണ് കൂടുതലുള്ളത്. എല്ലാ സ്ഥലത്തും പരിചയക്കാരുണ്ട്. പക്ഷെ ഇവരെ ആരും സുഹൃത്തുക്കളായിട്ട് നമുക്ക് അങ്ങനെ പോകണം. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. സുഹൃത്തുക്കൾ 4-5 പേരേ ഉള്ളൂ. ഞാനൊരു പ്രാവശ്യം എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെവി എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് ഉറപ്പുള്ള 4-5 പേരേ ഉള്ളൂ. അത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അവർ എന്താടാ പറ എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടത്തില്ല, നമ്മളെ കേൾക്കും, എന്നെ കേൾക്കും. അതുപോലെ തിരിച്ചും അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ ചെവി കൊടുക്കും. എന്റെ സമ്പാദ്യം പ്രധാനമായിട്ട് അതാണ്. ഞാൻ ഈ പറഞ്ഞ നഷ്ടപ്പെട്ട ലക്ഷങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ലക്ഷങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വലിയ വീടോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചതോ വാങ്ങിക്കാൻ പോകുന്നതായിട്ടോ വലിയ കാറോ ഒന്നും സമ്പാദ്യമല്ല. അത് ആരുടെയും സമ്പാദ്യമല്ല. സമ്പാദ്യം ശരി, കാരണം പാതി വഴിക്ക് വെച്ച് ചിലർ ജീവിതം അവസാനിപ്പിച്ച് പോകാറുണ്ട്. വളരെ അടുപ്പമുള്ള ഒത്തിരി പേര് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്കാർക്ക് ഒരു സുഹൃത്തില്ലേ, എനിക്കൊരു വിഷമം വന്നാലും ഒന്ന് ഷെയർ ചെയ്യാൻ, എടാ എനിക്കത് പറ്റിപ്പോയി എന്ന് പറയും. അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ മൊമെന്റ് അങ്ങ് പാസ് ചെയ്ത് പോയില്ലേ. ശരിക്കും ജീവിതം മുന്നിൽ കിടക്കില്ല. നമ്മൾ എന്തിനാ ഇത് കളഞ്ഞിട്ട് പോകുന്നത്? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ ഒറ്റ ഓപ്ഷന് വേണ്ടി ജീവിതം കളയും. നമ്മൾ ഫൂളല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരു സുഹൃത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ചേട്ടൻ അക്കാര്യത്തിൽ വളരെ ബ്ലെസ്ഡ് ആണ്. 4-5 പേരെങ്കിലും ചേട്ടന് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരുണ്ട്. അത് എന്റെ എല്ലാ വീക്ക്നെസ്സും എന്റെ എല്ലാ ദേഷ്യങ്ങളും എന്റെ എല്ലാ പിന്നെ എന്താണ് അസഹനീയമായ സ്വഭാവങ്ങളും സഹിക്കുന്നവരാണ് അവര്. ഞാൻ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടാലും അവർ നാളെ എന്നെ വിളിക്കും. അങ്ങനെയുള്ളവരെ വേണം. അതുകൊണ്ട് അവർ തിരിച്ചും ഞാൻ അവരോടൊപ്പമാണ്. ഇവരൊക്കെ പണ്ട് മുതലേ ചേട്ടന്റെ ലൈഫിന്റെ ഭാഗമാണോ അതോ ഈ പ്രൊഫഷനിൽ വന്നതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ചേട്ടന്റെ കൂടെ കൂടിയവരാണ് ഇവരൊക്കെ? ഇൻഡസ്ട്രിയിൽ നിന്ന് കൂടെ കൂടിയ സുഹൃത്തുക്കളൊന്നും അങ്ങനെ പറയാനില്ല. ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഈ പറഞ്ഞ അളവിൽ ഉള്ള സുഹൃത്ത് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. മനസ്സിലായി, നല്ല ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന രീതിയിലുണ്ട്. പക്ഷെ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ ചിലർ പിന്നെ ഇടയ്ക്ക് വന്ന് കയറിയവരുമായിട്ടുള്ള ഉണ്ട്. പക്ഷെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം പ്രൊഫഷനാണ്. നമ്മൾ ഒരു സീരിയൽ അഭിനയിക്കുന്നു കുറെ കാലം, ഒരു 2 വർഷം 2.5 വർഷം നമ്മൾ ഒരുമിച്ച് ചിലപ്പോൾ അഭിനയിക്കും. എല്ലാ ദിവസവും കാണും, മിക്കവാറും എല്ലാ ദിവസവും കാണുന്നു. ആ സമയത്ത് ഡെയിലി കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ സീരിയൽ കഴിഞ്ഞാൽ ഇവരെ പിന്നെ എങ്ങനെ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും. സീരിയലിന്റെ ഒരു പാക്കപ്പ് പാർട്ടി എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചോദിക്കുന്നത് ആരാ എന്നായിരിക്കും. ആ നമ്പരേ പോയി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. അവരടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബന്ധങ്ങൾ അതിനോടും നമ്മൾ ചേടാ എന്നാലും അവൻ അങ്ങനെ കാണിച്ചു കളഞ്ഞോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കഥയില്ല. അതായിട്ട് വരെ ഒരു ഫ്ലോ അതാണ്. അതങ്ങനെ പോവുക.
പൊതുവെ ഒരു പുതിയ ഒരു ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ രഞ്ജിത്തേട്ടൻ എങ്ങനെയാ, വളരെ ഫ്രണ്ട്ലി ആണോ, എങ്ങനെയാ മറ്റുള്ളൊരു എല്ലാവരുമായിട്ട് പെട്ടെന്ന് സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ആവുന്ന ആളാണോ, എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണോ താങ്കളുടേത്? വലിയ പാടാ എന്നെ സഹിക്കാൻ. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓൾഡ് മാൻ ഔട്ട് എന്ന് പറയുന്നല്ലോ, ഒരു എന്തൊക്കെ ചില കുഴപ്പങ്ങളുള്ള ഒരാളാണ് ഞാൻ. അതെന്തൊക്കെയാണ് രഞ്ജിത്തേട്ടൻ തന്നെ പറയുന്നത്? എന്താണ് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. ഒരു കുഴപ്പം ഞാൻ കേട്ടിടത്തോളം, എനിക്കിപ്പോ നമ്മൾ അവതാർ ഗ്രൂപ്പിലൊക്കെ ഉള്ളത് കൊണ്ട് രഞ്ജിത്തേട്ടൻ അറിയാവുന്ന ഒരു കാര്യമാണ്, രഞ്ജിത്തേട്ടൻ പറയുന്ന പല കാര്യങ്ങളും വ്യാഖ്യാനിക്കപ്പെടുന്നത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അവിടെ. രഞ്ജിത്തേട്ടൻ ചിലപ്പം രഞ്ജിത്തേട്ടൻ ഇന്റൻഷൻ നല്ല ഒരു രീതിയിലായിരിക്കും ഒരു പക്ഷെ അവിടെ പറയുന്നുണ്ടാവുക, പക്ഷെ അത് കേൾക്കുന്ന മൂന്നാമതൊരാൾക്ക് അത് രഞ്ജിത്തേട്ടൻ ഉദ്ദേശിക്കുന്ന ഇന്റൻഷൻ ഒരിക്കലും ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് താങ്കൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നെഗറ്റീവായിട്ട് വന്ന് അടിക്കുന്നു. അതിനെന്താണ് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കുറിച്ചൊന്ന് ഒരു ഒറ്റ വാക്ക് പറയുമ്പോഴും, ഞാൻ ഇന്നത്തെ തെറ്റും നാളത്തെ ശരിയുമാണ്. ഇന്ന് ഞാൻ പറയുന്നത് രമ്യക്ക് ചിലപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ അല്ലെങ്കിൽ രമ്യയെ കുറിച്ചോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ന് തെറ്റായിട്ട് തോന്നും. നാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞ ശരിയാണെന്ന് രമ്യ പറയും. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഒരുപാട് പ്രാവശ്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പറയുന്നതിൻ്റെ ടോണിൻ്റെ വ്യത്യാസമായിരിക്കാം, ചിലപ്പോൾ അത്രയും കടന്ന് ചിന്തിക്കാത്തത് കൊണ്ടാവാം അത് ശരിയല്ല, അയാൾ പറഞ്ഞ് ശരിയല്ലെന്ന് അന്നേരം തോന്നും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. എൻ്റെ അവസരങ്ങൾ പോയിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ വേറെ ആളിനെ കോപ്പി അടിക്കുന്ന പോലെ ആവത്തില്ലേ? രഞ്ജിത്ത് ആവത്തില്ലല്ലോ, എൻ്റെ DNA അല്ലല്ലോ, വേറെ ആളുടെ DNA അല്ലല്ലോ എനിക്കുള്ളത്. അതെങ്ങനെയാണ്? എന്താണ് ഇപ്പൊ പറയുന്നു ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയാവുകയാണെന്ന്. അപ്പം ഞാൻ ഇന്നത്തെ തെറ്റും നാളത്തെ ശരിയും അതാ പറഞ്ഞേ. അങ്ങനെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, പിന്നീട് നടക്കാൻ പോകുന്ന. അപ്പൊ അവിടെ ചേട്ടൻ അവിടെ എന്താ പറയാ, നമ്മള് നേരത്തെ മുൻകൂട്ടി പറയാന്ന് പറയില്ലേ ഒരാളുടെ ഇത് കണ്ടിട്ട്, അങ്ങനെ ഒരു പ്രവചനമല്ല, പക്ഷെ നാളത്തെ എന്തായിരിക്കും നമ്മൾ ഒരു ദീർഘവീക്ഷണം. യെസ്, അതാണോ അപ്പൊ അവിടെ ദീർഘവീക്ഷണം ഉണ്ടാവും. കാരണം നമ്മുടെ ഈ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പറയുന്നത് ഇതിപ്പോക്ക് ശരിയല്ല, ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അടുത്ത് നീ ആവശ്യമില്ലാത്തത് പറയരുത്, ഇതിപ്പോ നിന്റെ കണ്ണുകടി ഉണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും പറയുന്നത് എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സംഭവത്തെ കുറിച്ചാകാം, ചിലപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ശത്രുത ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ആവശ്യമില്ലാതെ ഒരുപാട് ശത്രുക്കളുള്ള മനുഷ്യനാണ്. ആ ഒരു തിരിച്ചറിവും രഞ്ജിത്തേട്ടനുണ്ട്. ഒരുപാട് ശത്രുതയുണ്ട്, ഞാൻ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ. അപ്പോൾ നമ്മളിലെ ഒരു കുറവ്, അതൊരു കുറവ് തന്നെ ആയിട്ടോ അല്ലെങ്കിൽ എന്തായാലും അത് മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിലല്ല പോണത്. രഞ്ജിത്തേട്ടനും നല്ലതല്ല സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റത്തിൽ നിന്ന് മാറണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലേ? ചിലപ്പോഴൊക്കെ ബോധപൂർവ്വം കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, ഉണ്ടാവാന്നല്ല ഉണ്ട് ചിലപ്പോഴെങ്കിലും. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റണമെങ്കിൽ നമ്മളത് പാടെ മാറില്ല. എൻ്റെ എല്ലാ ബ്ലഡും എടുത്ത് മാറ്റിയിട്ട് വേറൊരു ബ്ലഡ്, അല്ലെങ്കിൽ ചിന്തകൾ തലച്ചോറ് എടുത്ത് മാറ്റിയിട്ട് വേറെ തലച്ചോറൊക്കെ എടുത്ത് വിറ്റേണ്ടി വരുമോ? പൂർണ്ണമായിട്ട് മാറാം അതങ്ങനെ പറ്റില്ലല്ലോ. എങ്ങനെ മാറാൻ പറ്റും? എത്ര മാറാൻ പറ്റും? രമ്യക്ക് ബേസിക്കായിട്ടുള്ള സ്വഭാവമുണ്ട്. അല്ല, എന്നാലും മാക്സിമം ഒരു ലിമിറ്റ് വരെ നമുക്ക് മാറാൻ പറ്റും അല്ലേ? ബോധപൂർവ്വം, അതാ ഞാൻ പറഞ്ഞു, ബോധപൂർവ്വം ചില കാര്യങ്ങൾ അവിടെ നിർത്ത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാളിനെ കുറെ അങ്ങനെ പറയാതിരുന്നിട്ടുണ്ട്, സൈലന്റ്. അത് പിന്നെ ഈ പറഞ്ഞല്ലേ, ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് സിങ്ക് ആകുമോ ബ്ലെൻഡ് ആകുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ഇച്ചിരി പാടാണ്. കാരണം എനിക്ക് എൻ്റെതായ ചില ചിട്ടകൾ, കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞ സമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു നിർബന്ധമാണ്. വിശന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറ്റേ പരിസ്ഥിതി പോലെയാണ്, ഞാൻ പിന്നെ ഭ്രാന്താവും. അപ്പൊ വിശക്കാതിരിക്കാൻ കൃത്യമായിട്ട് ആഹാരം കഴിക്കണം. അപ്പൊ ഇത് എത്ര ഗ്രൂപ്പിൽ നിന്ന് ചിലർക്ക് 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും വിശക്കത്തില്ല, അവർക്ക് സംസാരിച്ചാൽ മതി. ഞാൻ നിന്റെ ഒന്നും കൂടെ ഇരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് സമയം ഭക്ഷണം കഴിക്കണം പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ ഇറങ്ങി പോകാറുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇപ്പൊ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണോ അല്ലാത്ത ഗ്രൂപ്പാണോ, ഏത് ഗ്രൂപ്പാണെങ്കിലും ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അതുപോലെ ചില ചിട്ടകൾ ലൈഫിൽ ഉള്ളതുകൊണ്ട് അത് എല്ലാവർക്കും അതാകണമെന്നില്ല. ഡിസിപ്ലിൻ ഇൻഡിസിപ്ലിൻ നമ്മളൊരു ക്ലാഷ് ഉണ്ടാവില്ല, അത് ചിലപ്പോൾ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ചില സുഹൃത്തുക്കളില്ലേ, എൻ്റെ ഈ ചിട്ടകളോ എൻ്റെ ഈ രീതികളോ ഒക്കെ അറിഞ്ഞുകൊണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ അത് പോകുന്നത്. നീണ്ട കാലം, എത്രയോ കാലമായി. അപ്പൊ പെട്ടെന്ന് ബ്ലെൻഡ് ആയില്ല, പക്ഷെ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളൂ.